ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഉണ്ണീസ് ടേസ്റ്റി റെസിപ്പി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളയപ്പമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പാലപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെന്താണ് ഇത്ര പ്രത്യേകത എന്ന് ആലോചിക്കുന്നുണ്ടാവും. ഇത് നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഓണക്കിറ്റിൻ്റെ കൂടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നുറുക്ക് ഗോതമ്പാണ്. ആ നുറുക്ക് ഗോതമ്പ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ പാലപ്പം അഥവാ വെള്ളയപ്പം ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഞാനൊരു 1.5 കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മെഷറിംഗ് കപ്പിൽ തന്നെയാണ് എടുത്തത്. നിങ്ങളൊരു 1.5 ഗ്ലാസ് എടുത്താൽ മതി. അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പിനകത്ത് കുറച്ച് ഉമിയൊക്കെ കാണും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് അല്ലാതെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ, അതായത് അരി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങയും ഈ 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ രാത്രിയിലാട്ടോ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഷുഗറും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഷുഗറിൻ്റെ ഭാഗം സ്കിപ്പ് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ഉപ്പ് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുവാണ്. അതായത് പാകത്തിന് ഉപ്പ് നിങ്ങൾ നോക്കി ചേർക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്, അതായത് സോഡാപ്പൊടി. അതൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഞാൻ നന്നായിട്ട് ഇളക്കുവാണ്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ പോലെ ഗോതമ്പ് കുതിർത്തിട്ട് നമുക്ക് ഇതൊക്കെ ചേർത്ത് അരച്ചിട്ട് രാത്രിയിൽ വെക്കാം. പക്ഷേ ഞാൻ എപ്പോഴും ഇതേപോലെ രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെയാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ പുളിപ്പിച്ച അപ്പം കഴിക്കുമ്പോഴുള്ള നെഞ്ചരിച്ചിലൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒഴിച്ചിട്ട് രാത്രി നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് കുതിർത്ത് വെക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. രാവിലെ മാത്രം നമ്മളിത് അരച്ചെടുത്താൽ മതി. അഥവാ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ മറന്നു പോവുകയാണെങ്കിലും അരിയൊക്കെ ഇടാൻ മറന്നു പോകുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, നമ്മുടെ ഗോതമ്പൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഗോതമ്പ് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഓവറായിട്ട് വെള്ളം ചേർത്താൽ നമ്മുടെ അപ്പം ശരിയാവില്ല, കാരണം ഇത് ഗോതമ്പാണ്. അപ്പോൾ ഇച്ചിരി പശയുള്ള കൂട്ടത്തിലാണ്. എന്നിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അരി അരയ്ക്കുന്ന പോലെ ഇത് സ്മൂത്തായിട്ട് കിട്ടില്ല, കുറച്ച് നാരൊക്കെ കാണും. അപ്പോൾ ഫൈബർ കണ്ടൻറ്റ് ഒന്നും ഒട്ടും നഷ്ടപ്പെടാതെ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തു. ഇത് നമുക്ക് 1 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം. അതായത് നമ്മൾ എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ നമുക്ക് ഇതേപോലെ അരച്ച് വെക്കാം. നമ്മുടെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നന്നായിട്ട് ഇത് പുളിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അപ്പം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചോറ് അല്ലെങ്കിൽ കപ്പി കാച്ചുക ഇമാതിരി പരിപാടികളൊക്കെ ഈ ഗോതമ്പ് കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കണം. കാരണം ഗോതമ്പ് ഓൾറെഡി നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ചോറും ഈ കപ്പി കാച്ചി ഒക്കെ ചേർത്ത് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പശയായി പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം നമ്മൾ ഒഴിവാക്കിയേക്കുക. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ അപ്പം ഒന്ന് എടുത്ത് നോക്കാം. കണ്ടോ, അപ്പം നല്ല സോഫ്റ്റായിട്ട്, അതായത് നമ്മൾ അരിയും കൊണ്ട് എങ്ങനെയാണ് വെള്ളയപ്പം ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. നമുക്ക് ബാക്കിയുള്ള മാവും ഇതേപോലെ നമുക്കൊന്ന് അപ്പം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ചോറൊന്നും അരച്ച് ചേർക്കരുത്. ഓവറായിട്ട് വെള്ളം ആവാൻ പാടില്ല. അത്യാവശ്യം കട്ടിക്കതിൻ്റെ മാവിരുന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതേപോലെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള കുറച്ച് റെസിപ്പിയുടെ ഞാനിനി കാണിക്കാം. അപ്പോൾ കാരണം കുറേ ഗോതമ്പ് ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ, ഓണക്കിറ്റിൽ കിട്ടിയത്. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ച് കാണിക്കാം. കണ്ടോ, നല്ല മുരിഞ്ഞ അപ്പമാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.